Anyway, good morning. Sir, presentation presentation. Start. Let me say a few words, sir. Sir, let me say a few words. Okay, please. Very warm. Good morning and welcome to all the participants. Today we are eagerly waiting for the second session of time series econometrics module 1. The time schedule is as before from 10 to 11:15 a.m. and 11:45 after a few minutes break, 11:45 to 1 p.m. Then now, without delay, let us start the program. I invite with all respect Professor Mani sir for handling the session. കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. അതുകൊണ്ട് പ്രോബ്ലം അടുത്തേക്ക് മൈക്ക് അൺമ്യൂട്ടാണ്, ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഓക്കെ, നൗ അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ കേൾക്കാതെ വരികയോ എനി അതർ ടെക്നിക്കൽ ഇൻകൺവീനിയൻസ് വരികയാണെങ്കിൽ നിങ്ങൾ either you unmute your mic and tell me, or you telephone to the organizers and tell. കാരണം ഈ ടെക്നിക്കൽ പ്ലാറ്റ്ഫോമിന്റെ പ്രോബ്ലംസ് എപ്പോഴും വരാമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. നമ്പർ 2, ഇഫ് ദർ ഈസ് എനി പ്രോബ്ലം ഫ്രം മൈ സൈഡ്, പെട്ടെന്ന് കട്ടായി പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്ലീസ് ഡോണ്ട് റൺ അവേ. കാരണം വല്ല പവർ ഫെയിലിയറൊക്കെ വന്നു കഴിഞ്ഞാൽ ഐ ക്യാൻ സ്വിച്ച് ഓവർ ടു ഡാറ്റ, എനിക്ക് സ്വിച്ച് ഓവർ ചെയ്യാം. ഇപ്പം ചിലപ്പോൾ ഒരു 4-5 മിനിറ്റ് അതിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നേ ഉള്ളൂ. സോ പ്ലീസ് ഡോണ്ട് റൺ അവേ. അങ്ങനെ ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് പവർ ഫെയിലിയർ കൊണ്ടോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വരികയാണ്. സോ വിത്ത് ദിസ് ഇൻട്രോഡക്ഷൻ, എ വാം വെൽക്കം ടു ദ സെക്കൻഡ് ഡേയ്സ് ഡിസ്കഷൻ ഓൺ ടൈം സീരീസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് നമ്മളുടെ ഡാറ്റയിൽ സ്റ്റേഷനാരിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ള ആ ഒരു ഇഷ്യൂ എങ്ങനെ എക്സാമിൻ ചെയ്യാം. ദിസ് വാസ് അവർ കൺസേൺ. അതിനെ ഐ എക്സ്പ്ലെയിൻ ടു യു 3 or 4 മെത്തേഡ്സ്. ഒരു മെത്തേഡ്, as I told you last day, you check the nature of the graph. ഗ്രാഫിൽ ഡാറ്റ വെറുതെ പ്ലോട്ട് ചെയ്ത് നോക്കുക. ഈ ഗ്രാഫിൽ ഡാറ്റ പ്ലോട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു അപ്വേർഡോ ഡൗൺവേർഡോ ഒക്കെ ആയിട്ടുള്ള ചില ട്രെൻഡുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ that is an indication of non stationarity. ഇപ്പൊ ഗ്രാഫിൽ തന്നെ ആ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഐഡിയ കിട്ടും അതിനകത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് മെത്തേഡ്. Now the second method what I told you is you find out the mean and variance, splitting the data into a small number of small components. For example, നിങ്ങളുടെ കയ്യിലൊരു 50 ഡാറ്റ ഉണ്ട്, 50 കൊല്ലത്തെ ഡാറ്റ. ഈ 50 കൊല്ലത്തെ ഡാറ്റയിൽ ആ ടോട്ടൽ ഡാറ്റയെ നിങ്ങൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, 6-7 കൊല്ലത്തെ ഡാറ്റ ഒരു ഡാറ്റ സെറ്റ്, അടുത്ത സ്മോൾ ഡാറ്റ 10-15 കൊല്ലത്ത്, ഇങ്ങനെ കൊച്ചു കൊച്ചു സെറ്റുകളാക്കി മാറ്റിയിട്ട്
അതിൻ്റെ ഓരോന്നിൻ്റെയും മീനും വേരിയൻസും ഒക്കെ കാണും. ഇവയൊക്കെ തമ്മിൽ ഈക്വൽ ആണെങ്കിൽ, പക്ഷെ അവിടെ ഈക്വൽ ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സെറ്റിന് മീൻ 10 കിട്ടി, 10 കിട്ടി, രണ്ടാമത്തെ 10 സെറ്റിന് 10 എന്നുള്ളതല്ല. അതാണ് പലപ്പോഴും വലിയ കൺഫ്യൂഷൻ. മേ ബി 9.6 or 9.7 എക്സെട്ര. ഇത് രണ്ടും തമ്മിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ പലപ്പോഴും മുൻപ് റേസ് ചെയ്യപ്പെട്ടുള്ള ചില ഡൗട്ട്സ് നിങ്ങളോട് പറയും. മുമ്പ് ക്ലാസ്സിൽ എടുത്തപ്പോൾ പലരും ചോദിക്കാറ് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി സെയിം വാല്യൂ. വാല്യൂ മേ ബി ഡിഫറെന്റ്, ബട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് കാര്യമായിട്ടുണ്ടാകും. അങ്ങനെ എല്ലാ സെറ്റുകളുടെയും ഈക്വലായിട്ട് വേരിയൻസ്, മീൻ എല്ലാം ഈക്വലാണ്, വേരിയൻസ് എല്ലാം ഈക്വൽ ആണെങ്കിൽ it can be called as stationary situation എന്ന് പറയാം. That is second method. Then the third method is correlograms. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ കൊറിലോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ ആസ് കഴിഞ്ഞ ദിവസം ഡോക്ടർ ശ്രീജ പറയുകയുണ്ടായി, ഈ ബുക്കുകളിൽ അത് വെറുതെ കുറെ കൺഫ്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ, ഒരു ഡാറ്റയും അതിൻ്റെ ലാഗ് ഡാറ്റയും തമ്മിൽ സെറ്റുകൾ തമ്മിലുള്ള കോറിലേഷൻസ് കാണും. If correlation is very close to 0, it is an indication of station. അത് ഇന്ന് പത്ര യൂസ് ചെയ്യുന്നില്ല കോറിലോഗ്രാംസ്. പിന്നെയുള്ള ഒരു മെത്തേഡ് ലാസ്റ്റ് ഡേ ഐ തിങ്ക് ഫ്രം UC കോളേജ് ലിജി അവര് പറയുന്നുണ്ട്, കോമൺ സെൻസ് മിക്കവാറും സെക്കൻഡറി ഡാറ്റ ഒക്കെ നോൺ സ്റ്റേഷനറി ആവുള്ളൂ. കാരണം അതിലൊരു അപ്വേർഡോ ഡൗൺവേർഡ് ട്രെൻഡ് ഉണ്ടാവാം, മിക്സഡ് ട്രെൻഡ്, ഡിഫറെന്റ് ട്രെൻഡ്സ് ആർ പോസിബിൾ. സോ നാച്ചുറലി വി ക്യാൻ അസ്യൂം ദാറ്റ് ഇൻ സോഷ്യൽ സയൻസ് ഡാറ്റ വി കം അക്രോസ് സ്റ്റേഷനറി, നോൺ സ്റ്റേഷനറി, ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ. ബട്ട് ടുഡേ for the last 25-30 years, ഈ ലാസ്റ്റ് 25-30 years ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം അതിന് മുമ്പ് ഉപയോഗിച്ചിരുന്നത് കോറിലോഗ്രാംസ്. കോറിലോഗ്രാം ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റേഷനറി ആണോ അല്ല എന്നൊക്കെ നോക്കുന്നത്. പക്ഷെ ഇപ്പൊ ഫോർ ദ ലാസ്റ്റ് 20-25 years we have a technique, just like a regression technique called as unit root test. യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് ആണ് അതിനുപയോഗിക്കുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് രണ്ട് കാര്യമാണ് ഇന്ന് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് നമ്മൾ ചെയ്യുക? നമ്മളത് കൈകൊണ്ട് ചെയ്യൽ വളരെ കുറവാണ്, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് മിക്കവാറും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അൺലെസ് യു നോ അതിൻ്റെ ലോജിക് എന്താണെന്നുള്ളത്, ഈ എക്കണോമെട്രിക്സ് മാത്രമല്ല കേട്ടോ, whenever you learn something you should understand the logic. After what is that process? അത് കഴിഞ്ഞ് you use the computer. യൂണിറ്റ് റൂട്ട് ഒന്ന് കൈകൊണ്ട് ചെയ്യണമെന്ന് ഞാനും പറയുന്നില്ല, ഇറ്റ് ഇസ് നോട്ട് ഈസി, വളരെ tedious ആണ് ചെയ്തെടുക്കാനായിട്ട്. ബട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ലോജിക് ഓഫ് ഇറ്റ്. അപ്പൊ അതിനെ കുറിച്ചാണ് what we are going to discuss today. ഇപ്പോൾ രാജി ടീച്ചർ അവിടെ ഫസ്റ്റ് സ്ലൈഡ് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ക്രക്സ് ഓഫ് അവർ ഡിസ്കഷൻ. എന്താണ് നോൺ സ്റ്റേഷനാരിറ്റി? യുവർ റോ ഷുഡ് ബി ഈക്വൽ ടു 1. എപ്പോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് അത് ഇതിനകത്ത് കാണിച്ചിട്ടില്ല. YT ഡിപ്പെൻഡ്സ് ഓൺ YT മൈനസ് 1 എന്ന് പറയുന്ന റിലേഷനിൽ റോ അടുത്ത ഇക്വേഷൻ വരുന്നുണ്ട്. റോ ഈ റോ വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ that is an indication that data is non-stationary.
Again, I repeat, rho should be equal to 1. See, when rho equal to 1, again, you have to be very, very careful. You will not get a calculated value as 1. 1 will be very close to 1. For example, theoretical value ആണ് നമ്മളുടെ 1 എന്ന് പറയും. Theoretical value. Actually calculated value maybe 0.97. Exactly 1 ആവില്ല. പക്ഷേ the difference between 1 and 0.97 statistically insignificant. അതിന് ടെസ്റ്റിംഗ് ഉണ്ട്, ഞാൻ പറയാം. അങ്ങനെ നോക്കിയിട്ടാണ് ഇത് 1 ആണോ അല്ലേ തീരുമാനിക്കുക. അല്ല ഈക്വൽ ടു 1 എന്നുള്ള ആൻസർ ഒരിക്കലും കിട്ടില്ല. Very, 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 very close to 1. Then we test it using Dickey-Fuller test ആണ്. അത് പറയാം. So our condition is rho should be equal to 1. പക്ഷെ അവിടെ പലപ്പോഴും റിയൽ കാൽക്കുലേഷനിലെ നമ്മൾ റോ അല്ല കാൽക്കുലേറ്റ്. ഇറ്റ് ഈസ് സ്മോൾ ഡെൽറ്റ. ബട്ട് സ്റ്റുഡൻസിന് വലിയ ഡെൽറ്റ ഉണ്ട്, ചെറിയ ഡെൽറ്റ ഉണ്ട്. ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ വേറൊരു സിമ്പിൾ കൊടുത്തത്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു സർക്കിൾ ഉണ്ടാകും. അത് സിമ്പിൾ കൊടുത്തത് മാത്രമേ ഉള്ളൂ. അതിന് ഒരു റീസൺ ഉണ്ട്. ആ റീസണിനെ കുറിച്ച് ഇപ്പൊ ഞാൻ ബോദർ ചെയ്യുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ടഫ് മാത്തമാറ്റിക്സിന്റെ പുറകിലുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും പറയണ്ട. സി റോ തീറ്റയാണ് കൊടുക്കുന്നത് ഈക്വൽ ടു റോ മൈനസ് 1. അപ്പൊ റോ 1 ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു 0. നിങ്ങൾ നോക്കൂ കുട്ടികൾ, ജസ്റ്റ് വാച്ച്. റോന്റെ വാല്യൂ 1 ആണെങ്കിൽ എന്താണ്? 1 മൈനസ് 1 തീറ്റ ഈക്വൽ ടു റോ മൈനസ് 1. അവിടെ കാണുന്നുണ്ട് നിങ്ങൾ. റോ 1 ആണെങ്കിൽ എന്താണ്? 1 മൈനസ് 1 റോ തീറ്റ ഈക്വൽ ടു 0. അപ്പൊ അവിടെ ഇനി ഇത് പറയാൻ കാരണം, അത് ചില കാര്യങ്ങൾ ഞാൻ അവിടെ സ്ലൈഡിൽ കാണിക്കാത്തത്. ഞാനിപ്പോ പറയുന്ന കാര്യം മനസ്സിലായി. റോ 1 ആണെന്ന് അസ്യൂം ചെയ്താൽ 1 മൈനസ് 1 തീറ്റ 0 ഈക്വൽ ടു 0. അത് കാരണമുണ്ട്. വെറുതെ ഞാനിപ്പോ അവിടെ 0 എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ലോജിക്ക് മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് ഈ തീറ്റ 0 എന്ന് പറയുന്നത്? റോ 1 ആണെങ്കിൽ തീറ്റ നാച്ചുറലി 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും, 0 എന്നാണ് കിട്ടുന്നത്. സോ അപ്പോ ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പൊ നമുക്ക് 2 തരത്തില് യൂണിറ്റ് റൂട്ടിനെ അല്ലെങ്കിൽ സ്റ്റേഷനാരിറ്റിയെ നോൺ സ്റ്റേഷനാരിറ്റിയെ ഡിഫൈൻ ചെയ്യാം. ഒന്നാൽ റോ ഈക്വൽ ടു 1. റോ ഈക്വൽ ടു 1 കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് നോൺ സ്റ്റേഷനാരിറ്റി. അല്ലെങ്കിൽ അതർവൈസ് തീറ്റ ഈക്വൽ ടു 0. തീറ്റ ഈക്വൽ ടു 0. അപ്പോഴും അത് തീറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ റോ ഈക്വൽ ടു 1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. Then you may ask a question logically എന്നോട് ചോദിക്കും, എന്തിന് 2 ഒന്നങ്ങ് ചെയ്താൽ പോരെ? റോ ഈക്വൽ ടു 1 അങ്ങ് ചെയ്താൽ പോരെ, പിന്നെ എന്തിന് തീറ്റ ഈക്വൽ ടു 0 നോക്കണത്? 2 തരത്തിലും നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. വൈ? അതിന് റീസൺ ഉണ്ട്. ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഫോർ മാത്തമാറ്റിക്കൽ കൺവീനിയൻസ്. അത് ഇതിന്റെ ഡെറിവേഷനിൽ വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഉണ്ട്. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാമെന്ന് പറയാനുള്ള കാരണം. ആൻഡ് ആസ് ഫാർ ആസ് സ്റ്റുഡൻസ് ആർ കൺസേൺഡ്, നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കുറിച്ച് വലിയ വെറി ഉണ്ടാകുന്ന കാര്യമൊന്നുമല്ലാതെ ചെയ്തു വരുമ്പോൾ that will be clear. So this is the idea. So if anybody asks you what is the condition for non-stationarity, that is rho should be equal to 1. Otherwise, if anybody asks you what is the condition for stationarity, തിരിച്ചു പറയുകയാണെങ്കിൽ
stationarity. Rho should not be equal to 1. Rho should not be equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വെർഷൻ ഉണ്ട്. It can be greater than 1 or it can be less than 1. അങ്ങനെയും എപ്പോഴും രണ്ട് ഡയറക്ഷനിൽ നമുക്ക് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞു തരും. പക്ഷെ ഇതെല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആവണ്ട. You keep in mind that our condition is rho should be equal to 1, then the data are stationary. Sorry. Data എപ്പോഴും തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോൾ തെറ്റിപ്പോകുന്നതാണ്. That rho equal to 1, data are non-stationary. Hope this explanation is clear to you. Clear ayo? Yes, sir. Yes. Right. എൻ്റെ മക്കളെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു, ഒന്ന് റെസ്പോണ്ട് ചെയ്തോളൂ. ഒന്നുമില്ലെങ്കിൽ 4 ചീത്തയെങ്കിലും വിളിക്കുക. അതർവൈസ് ഞാനൊരു എയർ നോക്കി ഇങ്ങനെ പറയുന്നപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള ഒരു റെസ്പോൺസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനൊരു ഭീകര ജീവിയൊന്നുമല്ല, പേടിക്കൊന്നും വേണ്ട. വാട്ട് എവർ മിസ്റ്റേക്സ് യു കമ്മിറ്റ്, നോ പ്രോബ്ലം. ഈവൻ ടീച്ചേഴ്സ് പലപ്പോഴും മിസ്റ്റേക്സ് വരും. ടീച്ചേഴ്സ് പറയുന്നില്ല പറയും. Mistakes are natural, errors are natural. I hope it is clear to you, right? Yes, sir. Clear answer. Now, let us move to അടുത്ത question വരുന്നത്. Next slide, Raji, next slide, please. Okay. Unit root estimation procedure. How to ഇതിന്റെ യൂണിറ്റ് റൂട്ട് എസ്റ്റിമേഷൻ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുക? ഇന്നിപ്പോൾ ഇതൊരു എഫർട്ടും ഇല്ലാട്ടോ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട്. കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് അനാവശ്യത്തിനും ഉണ്ട് ഇതൊക്കെ ചെയ്യാനായി. ബട്ട് വി ഷുഡ് നോ വാട്ട് ഈസ് ദ ലോജിക്. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമില്ല. ഞാനീ പറഞ്ഞ 1 മണിക്കൂറിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും കമ്പ്യൂട്ടർ ഉപയോഗിച്ച്. ഞാൻ അവസാനം പറയാം ഏത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് ചെയ്യണേന്ന്. പക്ഷെ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. യു സീ ദ ഫസ്റ്റ് സെന്റൻസ് there. ഞാൻ വായിക്കാം. ടേക്ക് ദ ഫസ്റ്റ് ഡിഫറൻസ് ഓഫ് yt and regress them on yt minus 1. വളരെ സിമ്പിളാണ്. 3rd സെമിസ്റ്ററിൽ ഇക്കണോമെട്രിക്സ് പഠിച്ചിട്ടുള്ളവർക്ക്, അതും വേണ്ട ഈവൻ BA ലെവലിൽ ദോസ് യു സ്റ്റഡീഡ് ബേസിക് ഇക്കണോമെട്രിക്സ്, അവർക്കറിയാം ആ പറഞ്ഞിരിക്കുന്ന സെന്റൻസിന്റെ അർത്ഥം എന്താണ്. yt is the dependent variable. yt minus 1 is the independent variable. അത്രയേ ഉള്ളൂ. ഇതൊന്നും വലിയ തലപോണ കാര്യങ്ങളൊന്നും അല്ല. yt is a dependent variable. yt minus 1 is the independent variable. Then t minus 1 എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 2020 ഡാറ്റ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അത് മുകളിലുള്ള ഡാറ്റ 2019 ഡാറ്റയാണ് yt minus 1. അതിന് മുകളിലുള്ള ഡാറ്റയാണ് yt minus 2. ഇത്രയേ ഉള്ളൂ കാര്യം. അതിനിപ്പോൾ വീണ്ടും ഞാൻ കാണിച്ചു തരാം. അത് വരും ഡാറ്റ പ്രസന്റേഷൻ വരുന്നത്. ഈ ഒരു ഇക്വേഷൻ കഴിഞ്ഞ് കാണും. ഇക്വേഷനിൽ നമ്മൾ റോ വർക്കൗട്ട് ചെയ്ത് ഈ റോ നേരത്തെ പറഞ്ഞ പോലെ ഈക്വൽ ടു 1 ആണെങ്കിൽ നോൺ സ്റ്റേഷനറിയാണ്. പക്ഷെ അവിടെ വരുമ്പോൾ നമ്മൾ ഈ റോ ഈക്വൽ ടു 1 അതാണ് നമ്മുടെ തിയററ്റിക്കൽ വാല്യൂ. ഡിറൈവ് ചെയ്തിട്ടുള്ള വാല്യൂ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ഡിറൈവ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. നമ്മൾ ഡാറ്റ ചെയ്ത് വരുമ്പോൾ വേറൊരു വാല്യൂ കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 0.97, 0.96 എന്നൊക്കെ പറഞ്ഞ് കിട്ടും. Then
ഇത് രണ്ടും തമ്മിൽ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ് അവർ കൺസേൺ. ഈസ് ദർ എനി സിഗ്നിഫിക്കന്റ് ഡിഫറൻസ്? അപ്പൊ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് വരുമ്പോൾ നാച്ചുറലി ദിസ് ഈസ് ടു ബി ടെസ്റ്റഡ്. This is to be tested. And you have studied a number of testing procedures in your statistics class, in your basic econometrics class. Z tested, T tested, ഒരുപാട് ടെസ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. But unfortunately, ഈ ഒരു ടെസ്റ്റ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. റോയും കാൽക്കുലേറ്റഡ് റോയും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാനായിട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് അറിയാൻ, യു കനോട്ട് യൂസ് എനി കൺവെൻഷണൽ ടെസ്റ്റ്. വൈ വി കനോട്ട് യൂസ്? എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റീസൺ വളരെ ക്ലിയർ ആണ്. ഈ പറയുന്ന ടെസ്റ്റുകളെല്ലാം ചെയ്യണമെങ്കിൽ അവർ ഡാറ്റ ഷുഡ് ഫോളോ നോർമാലിറ്റി. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് യു മേ റിമെമ്പർ ഇൻ യുവർ ഗ്രാജുവേഷൻ ക്ലാസ്, even in basic econometrics, testing of hypothesis നിങ്ങൾ പറയുന്നത് നോർമാലിറ്റി വേണം, നോർമൽ ഡാറ്റ വേണം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഇവിടെ ഈ ഡാറ്റ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നില്ല. ടൈം സീരീസിലെ ഡാറ്റ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവണമെന്നില്ല. കാരണം എന്താണ്? either increasing, decreasing. What is normality? ഒരു ക്ലിയർ കട്ട് ബെൽ ഷേപ്പ് ആണ് നോർമാലിറ്റിയിൽ. It is not in the time series test. Because of that, we cannot use any of the conventional methods. Conventional test methods ഉപയോഗിക്കാൻ പറ്റില്ല. Then, what is left out? What is left out എന്ന് പറയുമ്പോഴാണ് econometricians have developed a test. Econometricians ഞാൻ പറയുന്നില്ല, actually it was statisticians. They developed a test by two persons, Dickey and Fuller. അവരൊരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. It is called Dickey-Fuller test. Dickey-Fuller test. ഈ Dickey-Fuller ടെസ്റ്റ് ബുക്കുകളിൽ when you go through the textbook, DF എന്നാണ് കാണുക, Dickey-Fuller test. അതിന് വേറൊരു വെർഷൻ ഉണ്ട്. One more version is there, that is augmented Dickey-Fuller, ADF, augmented Dickey-Fuller. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ട് ഡിഫറൻസുകളാണുള്ളത്. ഒന്ന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അത് പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല, ഇപ്പോൾ അത് വിട്ടേക്ക്. അടുത്തൊരു ഡിഫറൻസ്, ഇഫ് ദി എറർ ടേംസ് ആർ അൺകോറിലേറ്റഡ്, if the error terms are uncorrelated, error terms പറയുന്നത് ഫസ്റ്റ് എറർ ടേം U1, സെക്കൻഡ് എറർ ടേം U2, തേർഡ് എറർ ടേം U3, അങ്ങനെ അങ്ങോട്ട് പോയി UN വരെയുണ്ട്. അപ്പൊ U1 U2 തമ്മിൽ, U2 and U3, U3 and U4, or if I generalize UI, UJ, those who are little familiar with econometric notations, or UI, UJ തമ്മിൽ, if there is zero correlation, that is, other words, what is called as autocorrelation. ഇതാണ് നിങ്ങൾ തേർഡ് സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ള autocorrelation. Autocorrelation absent ആണെങ്കിൽ Dickey-Fuller ടെസ്റ്റ് ചെയ്യും. Autocorrelation present ആണെങ്കിൽ, UI UJ റിലേറ്റഡ് ആണെങ്കിൽ, we suggest
augmented decay filter. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമല്ല, ഓൾമോസ്റ്റ് ഒരേ വാല്യൂക്ക് തന്നെയാണ് കിട്ടുക. അത് ഈ ഒരു ജസ്റ്റ് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുത്തിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആർ സ്ക്വയറും ഉണ്ട്. ദോസ് സ്റ്റഡി തേർഡ് ടെക്നോമെട്രിക്സ്. ആർ സ്ക്വയർ ഉണ്ട്, അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ ഉണ്ട്. ആർ സ്ക്വയറിനേക്കാൾ അല്പം കുറയും അഡ്ജസ്റ്റ് ആർ സ്ക്വയർ, ബട്ട് അഡ്ജസ്റ്റ് ആർ സ്ക്വയർ ഇസ് എ ബെറ്റർ മെഷർ. അതുപോലെ ഡാറ്റ ഓട്ടോ കോറിലേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിക്കി ഫിൽട്ടർ ചെയ്താൽ മതി. കാണിക്കുന്നില്ലെങ്കിൽ ഉണ്ടെങ്കിൽ സ്ലൈറ്റ് വ്യത്യാസമുള്ള ഡാറ്റ വെച്ച് പറയുമ്പോൾ പറയാം വാല്യൂ പറയും. സോ ദീസ് ആർ ദി 3 steps. യൂണിറ്റ് റൂട്ട് ചെയ്യാനായിട്ട് സിമ്പിൾ ലോജിക്, simple logic. yt is a function of yt minus 1. ഇത് ഓർത്തിരുന്നാൽ you can go to any level of time series economics. ഏത് ലെവലിലേക്ക് പോവാൻ പറ്റും. yt1 minus 1 ഡിപ്പെൻഡ് ചെയ്യുന്നു. കറന്റ് വാല്യൂ പ്രീവിയസ് വാല്യൂവിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, യു മേ റിമെമ്പർ മറ്റേ റാൻഡം വാക്കിനെ കുറിച്ച് പറഞ്ഞു. ഒരു ഡ്രങ്ക് നടക്കുന്ന പോലെ ഒരു പോയിന്റ് ഉണ്ട്, അവിടുന്ന് കുറച്ച് മുമ്പിലേക്ക് പോയി താഴേക്ക് പോകുന്നു. മീൻസ് നമ്മുടെ എല്ലാ ഒബ്സർവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരേ റേഞ്ചിൽ വരും, ഒരേ ഏറെക്കുറെ ഫ്ലാറ്റ് ആയിട്ട്. അതാണ് സ്റ്റേഷനറി. പക്ഷെ പലപ്പോഴും സംഭവിക്കാറില്ല എന്നുള്ളത് വേറെ കാര്യം. അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഡാറ്റ സ്റ്റേഷനറി ആണോ അല്ലേ എന്ന് നമ്മൾ കണ്ടുപിടിക്കും. സോ yt is a function of yt minus 1. വെറുതെ റിഗ്രസീവ് വേണ്ടി എന്താണ് yt is equal to, അത് അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്, വെറുതെ റിഗ്രസ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂവിനെ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ടി വാല്യൂ ആണ്. പക്ഷെ ഇവിടെ ടി വാല്യൂ ഉപയോഗിക്കാൻ പറ്റില്ല. വി റിക്വയർ എ ന്യൂ ടെസ്റ്റ്. ആ ന്യൂ ടെസ്റ്റ് ആണ് ഡിക്കി ഫുള്ളർ ടെസ്റ്റ്. ഇനി ഡിക്കി ഫുള്ളർ ടെസ്റ്റിൽ നമ്മൾക്ക് ടിക്ക് പകരം വേറൊരു യൂസേജ് പറയും. ഇറ്റ് ഈസ് കോൾഡ് ടോ. TAU ടോ. TAU ടോ എന്നുള്ള നൊട്ടേഷൻ ഉണ്ട്. അതിപ്പോൾ ഇന്ന് തൽക്കാലം നൊട്ടേഷൻ ഇട്ടിട്ടില്ല, ഡെലിബറേറ്റ് ഇട്ട് അവർ എല്ലാ കൺഫ്യൂസും കൂടെ കൺഫ്യൂസിലേക്ക് ആയിരിക്കാൻ. ടോ വാല്യൂ TAU ടോ വാല്യൂ എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ്. നെക്സ്റ്റ് സ്ലൈഡ് രാജി പ്ലീസ്. യെസ്. നൗ how to do this exercise. ഇതാണ് പലപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. Because particularly in time series discussions, പലപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ എങ്ങനെയാണ് വരാം? കാരണം 99% of the time series computations are based on computer packages. പക്ഷെ ഇതെങ്ങനെയാണ് ഈ വാല്യൂ ഒക്കെ വരുന്നത്? ഇതെങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്ത് കിട്ടുന്നത്? സോ we have different versions for this. Unit root estimation, there are different versions. Are different versions. The most popular and widely used version is presented there. You please look into the equation. Delta yt is equal to beta 1 plus theta yt minus 1 plus ut. Delta yt equals beta 1 plus theta yt minus 1 plus ut. Now, if you closely look into that equation, ഇവിടെ ഒരു കോമൺ
പോയിന്റ് എനിക്ക് ക്ലാരിഫൈ ചെയ്യാം, ടൈം സീരീസിന് മാത്രമല്ല. whenever you learn econometrics, പലപ്പോഴും a factor which creates confusion to the students, നിങ്ങൾ ഈ നൊട്ടേഷന് ആവശ്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോ അവിടെ ഡെൽറ്റ വൈ ടി എന്നുണ്ട്, അതിന് പകരം വൈ ടിക്ക് പകരം ഡബ്ല്യു ടി എന്ന് കണ്ടാൽ കുട്ടികൾ അപ്സെറ്റ് ആയി. This is a problem. This is a problem. Not only in time series. I am sharing a 40-year experience. പലപ്പോഴും കുട്ടികൾ പറയുന്ന കൺസേൺസ് ആ നൊട്ടേഷൻ അങ്ങോട്ട് മാറിയാലുണ്ട്, സിമ്പിൾ അങ്ങ് മാറി ആ കൺഫ്യൂസ്ഡ് ആയി. Don't give too much importance for symbols. Don't give too much importance for പറയണ്ട. ഏത് നോട്ട് വൈക്ക് പകരം എക്സോ എയോ ബിയോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ബട്ട് അത് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന നൊട്ടേഷൻസ് എന്താണെന്നുള്ളത് എപ്പോഴും ഇക്വേഷൻ കഴിഞ്ഞിട്ട് എഴുതണം. വൈറ്റി എന്ന് എഴുതി, ഞാനിപ്പോൾ എഴുതിയിട്ടില്ല, അത് ഈ പറഞ്ഞ പോലെ ശരിക്കും തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. വാട്ട് ഈസ് വൈ? വൈ ഈക്വൽ ടു നാഷണൽ ഇൻകം, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ, വട്ടെവർ. എന്താണ് നിങ്ങളുടെ ഓരോ നൊട്ടേഷനും റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും എഴുതാം. നിങ്ങൾ ഒരു എക്സാമ്പിൾ, കൊച്ചു എക്സാമ്പിൾ ഞാൻ പറയാം. വെൻ യു ആർ സ്റ്റഡിങ് ഇൻ ദ സ്കൂൾ ക്ലാസ്, പ്രൈമറി ക്ലാസ്സസ് 1, 2, 3 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സ് ഒരു ചെറിയ കണക്ക് ചെയ്യാൻ പറഞ്ഞു, ആൻസർ കിട്ടി, നിങ്ങൾ ആൻസർ എഴുതി വെച്ചു 25. ഉടനെ ചോദിക്കുകയാണ്, നിങ്ങൾ എഴുതി വെച്ചിട്ട് ടീച്ചർ, ചില ടീച്ചേഴ്സ് പണ്ട് കാലത്ത്, ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ആ 25 ആൻസർ കറക്റ്റാ, അത് വെട്ടിയിടും, 0 മാർക്ക്. ചോദിക്കുമ്പോൾ എന്താ പറയാന്നറിയോ? ഇടൂ, ഈ 25 മാങ്ങയാണോ, ചക്കയാണോ, രൂപയാണോ, വെള്ളമാണോ, ലിറ്ററാണോ? വാട്ട് ഈസ് കോൾഡ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. ഈ രണ്ട് കാര്യങ്ങൾ ഓരോന്നും നൊട്ടേഷൻ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, എന്ത് യൂണിറ്റിലാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഇപ്പോൾ എഴുതുന്നത്. കോമൺ പോയിന്റ് ഇവിടെ മാത്രമല്ല, ഒരു കോമൺ പോയിന്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, നൗ യു ജസ്റ്റ് ലുക്ക് ഇൻടു ദി ഇക്വേഷൻ. ഡെൽറ്റ വൈ ടി ഈസ് ഈക്വൽ ടു ബീറ്റാ 1 പ്ലസ് ബീറ്റാ വൈ ടി മൈനസ് 1 plus ut. If you just closely look into this, you will realize that this is nothing but a simple regression equation. From your degree class onwards, you learn y equal to a plus bx എന്ന് പഠിച്ചു. y equal to a plus bx. ഡിഗ്രി ക്ലാസ്സിലും സ്റ്റാറ്റിൽ പഠിക്കുന്നതാണ്. സെയിം ഇക്വേഷൻ ആണ് ഇവിടെ. ഇവിടെ ഒരു എലമെന്റ് കൂടുതലുള്ളൂ, ദാറ്റ് ഈസ് എറർ ടേം. And last day I told you, in the first session I told you, whenever we talk about an econometric model, we have an error term there. Okay. Now, what is beta 1? What is theta, etc. Beta 1 and theta, they are the coefficients of the model. They are the coefficients of the model. And what is given by beta 1? Beta 1 is the intercept of the equation. Intercept of the equation. എന്താ ഇന്റർസെപ്റ്റ്? അതായത് നമുക്ക് ഡെൽറ്റ വൈ ടി ഈക്വൽ ടു ബീറ്റ 1 എപ്പോഴാണ് കിട്ടുക? ജസ്റ്റ് തിങ്ക് ലൈക്ക് ദാറ്റ്. ഡെൽറ്റ വൈ ടി ഈക്വൽ ടു ബീറ്റ 1 എന്നെപ്പോഴാണ് കിട്ടുക? when y t minus 1 equal to 0. When y t minus 1 equal to 0, equation becomes beta. ഇതാണ് നമ്മളുടെ ബീറ്റ 1 വാല്യൂ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, then what is theta? Theta is a rate of change. Rate of change. ആ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകും, കുറച്ച് ഇങ്ങോട്ട് പോകും.
ആ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് what is given by theta. പക്ഷേ തീറ്റയ്ക്ക് ഒരു കണ്ടീഷൻ വെരി ഇമ്പോർട്ടൻറ്റ്, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് തീറ്റ ഈക്വൽ ടു റോ മൈനസ് 1, തീറ്റ ഈക്വൽ ടു റോ മൈനസ് 1 ആണ്. കാരണം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് തീറ്റ വെച്ചിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് തീറ്റയിൽ നിന്ന് റോ കണ്ടുപിടിച്ചിട്ടാണ് what we are going to find out. Okay. Now, അപ്പൊ ഇത് ഈ തന്നിരിക്കുന്ന ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് മോഡൽ. പിന്നെ വെർഷൻസ് ഉണ്ട്. So what is more widely and popularly used, it is this equation. Now, if you look into this equation, you see that it is a regression equation. It is a regression equation. പക്ഷെ അവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ അതിന് റിഗ്രഷൻ എന്നുള്ള വേർഡ് പറയുന്നു to make you clear. പക്ഷെ അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് റിഗ്രഷനേക്കാൾ കുറച്ചുകൂടി നല്ലത് ട്രെൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ട്രെൻഡ് ഇക്വേഷൻ. വൈ? റിഗ്രഷൻ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ട്രെൻഡ് ആണ് കുറച്ചുകൂടെ കറക്റ്റ് യൂസേജ്. ബിക്കോസ് YT is regressed over previous values. Time ആയിട്ടാണ് regression. T-1, T-2, T-3, etc. They are time representations. അതുകൊണ്ട് അതിനൊരു ട്രെൻഡ് എന്നുള്ള ആംഗിളിൽ പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ എസ്റ്റിമേഷൻ പ്രൊസീജർ സെയിം ആണ്. ഓക്കെ. Now next question is how to estimate. നമുക്ക് എന്ത് കാണണം? എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബീറ്റ ഡെൽറ്റ ഒരു കിടപ്പുണ്ടെന്ന് പറയാം. അത് ഇപ്പൊ പറയാത്ത അടുത്ത ശ്രേണി കാണിച്ചത്, അതുകൊണ്ടാണ് പറയാതെ. അല്ലെങ്കിൽ ഡെൽറ്റ എന്നൊക്കെ കാണുമ്പോൾ തന്നെ പലരും മെൽറ്റ് ആവും. ദാറ്റ് ഇസ് എ പ്രോബ്ലം. ഈ ഡെൽറ്റ എന്താണാവോ എന്നൊക്കെ വിചാരിച്ചിട്ട്. So don't be melted. I shall tell you next slide what it is. See, beta 1 estimate ചെയ്യണം, beta 2 estimate ചെയ്യണം, u estimate. ഇതാണ് നമ്മുടെ ടാസ്ക്. ബീറ്റ 1 എസ്റ്റിമേറ്റ് ചെയ്യണം, തീറ്റ എസ്റ്റിമേറ്റ് ചെയ്യണം, ut എസ്റ്റിമേറ്റ് ചെയ്യണം. തീറ്റ കിട്ടിക്കാൻ ചെയ്യുന്ന റോ മൈനസ് 1 ഫോർമുല ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റോന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇത്രയാണ് നമുക്ക് ടാസ്ക് ഉള്ളത്. സോ വിച്ച് ആർ അവർ ടാസ്ക്? യു ഗെറ്റ് ബീറ്റ 1, യു ഗെറ്റ് തീറ്റ. എറർ വേണമെന്നില്ല, എറർ പിന്നെ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ബീറ്റ 1 വേണം, തീറ്റ കിട്ടണം. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പാണ് തീറ്റ ഈക്വൽ 1 മൈനസ് പോലെ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പഠിച്ച വാല്യൂ ഓഫ് റോ കണ്ടുപിടിക്കും. So directly we have two unknowns here. We have two unknowns here, beta 1 and theta. രണ്ട് unknowns നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടതായി. So let me ask you a simple question. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഇതെങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം? ആർക്കെങ്കിലും പറയാമോ? We have two unknowns, beta 1 and theta. Two unknowns are there. How to calculate it? If whether anybody can share with me? ആർക്കെങ്കിലും പറയാമോ? ഹലോ, പറഞ്ഞോളൂ പ്ലീസ്. ഹലോ ഹലോ സാറേ, പറഞ്ഞോ. നമ്മള് മിനിമൈസിങ് UI സ്ക്വയർ എന്ന കണ്ടീഷൻ എടുത്തിട്ട് രണ്ട് നോർമൽ ഇക്വേഷൻസ് കിട്ടും. അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ബീറ്റ 1ന്റെയും തീറ്റയുടെയും വാല്യൂ കിട്ടും. വെരി ഗുഡ്. ആരാണ് പറഞ്ഞത്? ടീച്ചറാണോ സ്റ്റുഡന്റ് ആണോ? ടീച്ചറാണ്. കുട്ടികളാരും മിണ്ടുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ജസ്റ്റ് ടു മേക്ക് ഇന്ററാക്ഷൻ. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ ചോദിച്ചത്. എനിവേ, ടീച്ചർ ആയാലും സ്റ്റുഡൻ്റ് ആയാലും നോ പ്രോബ്ലം. ഇത് ടീച്ചർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓയിൽലെസ് എസ്റ്റിമേറ്റ് ആണ്. ഓയിൽലെസ് എസ്റ്റിമേറ്റിലെ ഇക്വേഷൻസ് ഞാൻ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾ ആകെ അപ്സെറ്റ് ആവും. ആഗസ് വൈറ്റ് എന്നൊക്കെ അറിഞ്ഞ് കിടപ്പുണ്ട്. അതുകൊണ്ട് ഇതിന്റെ കീ ഇക്വേഷൻ എന്താണെന്നുള്ളത് ടീച്ചർ റൈറ്റ് ആയിട്ട് പറഞ്ഞു. അത് ഓയിൽലെസ് മെത്തേഡ് ഡിറൈവ് ചെയ്ത് വരും. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. BA പഠിക്കുന്നുണ്ട്, MA എക്കണോമെട്രിക്സിൽ പഠിക്കുന്നതാണ്. ദേ ആർ കോൾഡ് നോർമൽ ഇക്വേഷൻസ്. രണ്ട് നോർമൽ ഇക്വേഷൻസ്. വിച്ച് ആർ ദ നോർമൽ ഇക്വേഷൻസ്?
ജനറൽ ഫോം ഇതാണ്. എൻ ആൽഫ. ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. എന്നെ എ വെച്ച് പറയുകയല്ലേ, കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്, സിഗ്മ ടോട്ടൽ എന്നുള്ള സിഗ്മ എക്സ് ഈക്വൽ ടു സിഗ്മ എൻ എ പ്ലസ് ബി സിഗ്മ വൈ. രണ്ടാമത്തെ ഇക്വേഷൻ a sigma x plus b sigma x square is equal to sigma x square. ഇതെല്ലാം ഈക്വൽ ടു a plus bx ഇക്വേഷന്റെ നോർമൽ ഇക്വേഷൻസ് ആണ്. എല്ലാ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓയിലസ് മെത്തേഡ് സെയിം ഇക്വേഷൻ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സി ഫസ്റ്റ് n a y ഈക്വൽ ടു a plus bx. ഇവിടെ ബീറ്റ 1 ആണ്. n beta plus p sigma x, അതിന് പകരമാണ് ഇവിടെ ബീറ്റ സിഗ്മ y. These are the two equations, normal equations. പുതിയതിലൊന്നുമില്ല, കൺവെൻഷണൽ ഇക്വേഷൻസ് ആണ്. നമ്മൾ ബീറ്റ 1 and now next slide please. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഒരു one point to be clarified. ഈ ടൈം സീരീസ് trigonometric analysis, one problem which we normally encounter, it is the availability of data. Is the availability. So data entries. Now I shall give you an example. ഇന്ത്യയുടെ GDP. GDPയുടെ ആരുടെ മൈക്ക് അൺമ്യൂട്ട് ആയതുകൊണ്ട് ഡിസ്റ്റർബൻസ് വരും. ഓക്കെ, നൗ ഇറ്റ് ഈസ് ഓക്കെ. സി, ഇന്ത്യയുടെ GDP പഠിക്കണം, ഇന്ത്യയുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പഠിക്കണം. നിങ്ങളുടെ കയ്യിൽ യു ഹാവ് 10-year GDP ഡാറ്റ, 10 കൊല്ലത്തെ GDP ഡാറ്റ. GDP ഡാറ്റ മിക്കവാറും ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്, ഓവർ ഇയേഴ്സ് ഇങ്ങനെ കൂടി പോകും. അപ്പൊ നാച്ചുറലി whenever you do some analysis with GDP data, you have to make it stationary. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ഏത് ഡാറ്റയിലും നോൺ സ്റ്റേഷനാരിറ്റി എന്ന് പറയുന്ന പോലെ ഇത് GDP ഒക്കെ നോൺ സ്റ്റേഷനറി ആണ്, ഒരു ടെസ്റ്റ് ആവശ്യമില്ല, ഇല്ലാട്ട് തന്നെ പറയുന്നത്. ബട്ട് അത് സ്റ്റേഷനറി ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യും. യു ഹാവ് 10-year ഡാറ്റ വിത്ത് 2000 മുതൽ 2010 വരെ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. Can you do it? Can you do it? 10 കൊല്ലത്തെ ഡാറ്റ വെച്ച് ചെയ്യാമോ? What do you think? നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ആർക്കെങ്കിലും ഒരു ഒപ്പീനിയൻ പറയാമോ? ചെയ്യാമോ ഇല്ലേ? ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? കേൾക്കുന്നുണ്ട് സാർ. അതിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, 10 കൊല്ലത്തെ ഡാറ്റ നിങ്ങളുടെ കയ്യിൽ
Now, the reply. Majority ആളുകൾ എന്താ പറയാന്നറിയോ? ചെയ്യാം, പക്ഷെ ഒരു കമ്പ്യൂട്ടർ കിട്ടിയത് നന്നായിരുന്നു. കൈകൊണ്ട് ചെയ്യണ്ടല്ലോ, നേരെ കമ്പ്യൂട്ടറിലൊക്കെ ഫീഡ് ചെയ്താൽ പോലെ ഇൻഫർമേഷൻ. യു ക്യാൻ ഡു ഇറ്റ്, ബട്ട് യു കനോട്ട് ഡു ഇറ്റ്. 10 കൊല്ലത്തെ ഡാറ്റ വെച്ച് ഒരിക്കലും ചെയ്യാം. സി, ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, whenever we make use of computers, you have to be very, very careful. എന്ത് കൊടുത്താലും കമ്പ്യൂട്ടർ റിസൾട്ട് വരും. പക്ഷെ ഈ ടൈം സീരീസ് അനാലിസിസിൽ there is a condition which is mathematically proved. You require minimum 30 observations. Minimum 29-30 observations ഉണ്ടെങ്കിലേ ഈ ടൈം സീരീസ് അനാലിസിസ് ചെയ്താൽ ഒരു സിഗ്നിഫിക്കൻറ്റ് റിസൾട്ട് കിട്ടും. അതിന് താഴെ വന്നു കഴിഞ്ഞാൽ ടോ വാല്യൂ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടോ ടെസ്റ്റ് പറഞ്ഞല്ലോ, അത് പലപ്പോഴും ഇൻവാലിഡ് റിസൾട്ട് കാണിക്കും. അതിൻ്റെ ഒക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറയുകയാണ്. സോ ഹൗ ടു സോൾവ് ദി. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇതിൻ്റെ തിയറിയൊക്കെ നമ്മൾ പലപ്പോഴും അത്യാവശ്യം തിയറി അറിയാതെ ടു മച്ച് ഡിപ്പെൻഡൻസ് ഓൺ കമ്പ്യൂട്ടർ വിൽ ലീഡ് യു ടു ബിഗ് മിസ്റ്റേക്സ്. 10 കൊല്ലത്തെ ഡാറ്റ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്താൽ റിസൾട്ടൊക്കെ കിട്ടില്ല എന്ന് പറയുന്നു. യു വിൽ ഗെറ്റ് റിസൾട്ട്, നോ പ്രോബ്ലം. ബട്ട് മൈ കൺസേൺ ഈസ് ഈ 10 കൊല്ലത്തെ ഡാറ്റ വെച്ച് ചെയ്താൽ ടോ വാല്യൂസ് എടുക്കുന്നിടത്ത് പല പ്രോബ്ലംസും. ദാറ്റ് ഈസ് വൈ the econometrician suggested that minimum we should have 29-30 observations. So you are in a dilemma now. നിങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളത് 10 കൊല്ലത്തെ ഡാറ്റ. എന്ത് ചെയ്യാൻ പറ്റും? Anybody can give any suggestion? 10 കൊല്ലത്തെ ഡാറ്റ ഉള്ളൂ, സ്റ്റേഷനാരിറ്റി നോക്കണം. So what is the solution then? What is solution? Can you suggest any solution? ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ I was again confused. കേൾക്കുന്നില്ല എന്നുള്ളൂ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് സാറേ. Okay. Any solution? See, then the solution is, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Whenever you apply this technique, you require minimum 29-30 observations. Minimum. എത്രത്തോളം ലാർജ് ഒബ്സർവേഷൻസ് ഉണ്ടോ അത്രത്തോളം ബെറ്റർ ആണ്. എത്രത്തോളം ഒബ്സർവേഷൻസ് ഉണ്ടോ അത്രത്തോളം ബെറ്റർ ആണ്. ഒബ്സർവേഷൻ കൂടുന്തോറും ഇറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. അപ്പോൾ ഈസി മെത്തേഡ് എന്താണെന്ന് അറിയൂ? യു സ്പ്ലിറ്റ് ദ ഡാറ്റ. സ്പ്ലിറ്റ് ദ ഡാറ്റ. ഇയർലി ഡാറ്റ എടുക്കുന്നതിന് പകരം യു ടേക്ക് ക്വാർട്ടർലി ഡാറ്റ. അപ്പോൾ ഒരു വർഷം 4 സെറ്റ് ഓഫ് ഡാറ്റ, 10 കൊല്ലത്തേക്ക് 40 ഡാറ്റ സെറ്റ്. ഫോർ എക്സാമ്പിൾ 2010 ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, സെക്കൻഡ് ക്വാർട്ടർ, അങ്ങനെ 40 സെറ്റ് കിട്ടും. your problem is solved. Or sometimes അങ്ങനെ ക്വാർട്ടറിൽ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ you try to apply month wise data കിട്ടും. പലതരത്തിൽ ചെയ്യാം. That is why this method is very popularly used in share market, financial analysis. നിങ്ങൾ പലപ്പോഴും കണ്ടു കാണും ധാരാളം ഉപയോഗിക്കുന്നത്. കാരണം അവർ ഉപയോഗിക്കുന്ന ഡെയിലി ഷെയർ പ്രൈസിന്റെ വാല്യൂ ആണ്,
ഡെയിലി ഡാറ്റ, ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ലാർജ് വോളിയം ഓഫ് ഡാറ്റ ഇല്ലെങ്കിൽ ടൈം സീരീസ് ഈസ് മീനിങ്ലെസ്. നൗ ഇത് എങ്ങനെയാണ് ചെയ്തത്? ഇത് ഈ ഡാറ്റ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്, ഇഫ് യു വാണ്ട് ടു എക്സ്പീരിയൻസ് ഇറ്റ്, യു ജസ്റ്റ് ടേക്ക് ദ ബേസിക് ഇക്കണോമെട്രിക്സ് ബൈ ഗുജറാത്തി. ഇതിന്റെ ബുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ബുക്കിനകത്ത് ഈ ടൈം സീരീസ് ഞാൻ ഈ പറയുന്ന യൂണിറ്റ് 2 ടെസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് നോക്കിയാൽ കാണാം, ഹി യൂസ്ഡ് ദ US ഡാറ്റ, US ഇക്കോണമിയുടെ ഡാറ്റ 10 കൊല്ലത്തിലെടുത്തിരിക്കും, ക്വാർട്ടർ ആയിട്ട് എടുത്തിരിക്കുന്നു. ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ, ഒരു കൊല്ലം 4 ഡാറ്റ, അങ്ങനെ 40 കൊല്ലം. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി സപ്പോസ് യു don't get split data, ആകെ 10 കൊല്ലത്തെ ഡാറ്റ, അത് ഫർദർ ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നു. മന്ത്ലി അവൈലബിൾ അല്ല, ക്വാർട്ടർലി അവൈലബിൾ അല്ല. Then what is the solution for you? As far as the strict econometrics is concerned, you listen my word, strict econometrics, ഒരു സൊല്യൂഷനും 10 കൊല്ലത്തെ ഡാറ്റയ്ക്കുള്ളൂ. പിന്നെ സൊല്യൂഷൻ ഉണ്ട്, എന്താണെന്നറിയുമോ? യു ജസ്റ്റ് ഗോ ഫോർ ട്രെൻഡ് ഇക്വേഷൻ, സാധാരണ കൺവെൻഷണൽ ട്രെൻഡ് ഇക്വേഷൻ, y = a+bt, വർക്ക്ഔട്ട് ചെയ്യും. ഓർ യു ജസ്റ്റ് കമ്പ്യൂട്ട് ദ കോമ്പൗണ്ട് ഗ്രോത്ത് റേറ്റ് ഓർ സം അതർ ഗ്രോത്ത് റേറ്റ്. അല്ലാതെ ഈ പറയുന്ന കസർത്ത് ടൈം സീരീസിന്റെ റൂട്ട്, യൂണിറ്റ് റൂട്ടും കാര്യങ്ങളൊന്നും ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് അല്ല, മാന്യത അല്ലാതെ ഞാൻ പറയുള്ളൂ. എന്നാൽ ചെയ്ത റിസൾട്ട് എന്തെങ്കിലും കിട്ടുന്നില്ല, അത് കിട്ടുന്നുണ്ട്, പക്ഷേ that result is not dependent. So 2 points which I want to clarify you here. One point which I want to clarify you here is രണ്ട് കാര്യങ്ങളാണ്. ലാർജ് വോളിയം ഓഫ് ഡാറ്റ വെച്ചുകൊണ്ട് വേണ്ടത് ചെയ്യാം. മിനിമം റിക്വയർമെന്റ് ഈസ് 29-30 ഒബ്സർവേഷൻസ്. അത് ടോട്ട് ടെസ്റ്റുമായി ബന്ധപ്പെട്ട സിഗ്നിഫിക്കൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും പറയുന്നത്. രണ്ടാമത്തത്, ഇഫ് അവർ ഡാറ്റ ആർ നോട്ട് ലൈക്ക് ദാറ്റ്, we try to split into 30 or 40 or 50 observations. Then only you should proceed. Otherwise, you will end up in trouble. റിസൾട്ട് കിട്ടുമല്ലോ, റിസൾട്ട് കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, റിസൾട്ട് കിട്ടും. പക്ഷെ ആ റിസൾട്ട് എത്രത്തോളം, ഹൗ ഫാർ ദാറ്റ് റിസൾട്ട് ഈസ് ഡിപ്പെൻഡ്, ദിസ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. സോ എവിടുന്നെങ്കിലും കുറെ ഡാറ്റ കിട്ടി, ആ ഡാറ്റ വെച്ച് അങ്ങോട്ട് ഒരു ടൈം സീരീസ് ഫിറ്റ് ചെയ്തല്ല. ടൈം സീരീസ് ഫിറ്റ് ചെയ്തതിന് മുമ്പ് ആ ഡാറ്റ റിക്വയർമെന്റ്, അവൈലബിലിറ്റി, ഇതെല്ലാം ടെസ്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് രാജീവ് മിസ്. Okay, now you come to ഈ ഒരു കൊച്ചു ടേബിൾ എങ്ങനെയാണ് ഈ ഡാറ്റ എടുക്കുന്നത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. As I just told you, നിങ്ങളുടെ കയ്യിലെ 60, 70, 80 കൊല്ലത്തെ ഡാറ്റ ഉണ്ടാവും, അല്ലെങ്കിൽ ക്വാർട്ടറിലോ വാട്ടോ. ഇപ്പൊ ഈ പറഞ്ഞല്ലോ, സ്പ്ലിറ്റ് ചെയ്ത് ഒരുപാട് ഡാറ്റ കയ്യിലുണ്ട്. വാട്ട് ഈസ് അവർ ഇക്വേഷൻ? രാജ പഴയ സ്ലൈഡ് ഒന്ന് എടുക്കും, തൊട്ട് മുമ്പിലത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കും. അല്ല, അതിന് മുമ്പിലത്തെ യെസ്. സി, യു ലുക്ക് ഇൻ ടു ദിസ് മോഡൽ. നെക്സ്റ്റ് സ്ലൈഡ്. യെസ്, ഓക്കെ. സി, ഇക്വേഷൻ കാണിക്കൂ. യെസ്, ഓക്കെ. അല്ല, നെക്സ്റ്റ് അല്ല, അടുത്തത്. ഓക്കെ, യു ആർ റൈറ്റ്. See, you look into the equation, delta yt, dependent variable, yt minus 1, independent variable. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓയിലേഴ്സ് ഉപയോഗിച്ച് ഇക്വേഷൻ ഉപയോഗിച്ച് സംഭവം സോൾവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അടുത്ത നെക്സ്റ്റ്. ഓക്കെ.
table. Yes. Now we just see ഇതിനെ സ്റ്റുഡൻസ് കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ എടുത്തത്. 4 കൊല്ലത്തെ ഡാറ്റ അവിടെ തന്നിട്ടുണ്ട്. ബട്ട് മൈ റിക്വസ്റ്റ്, 4 കൊല്ലത്തെ ഡാറ്റ വെച്ചിട്ടൊന്നും ടൈം സീരീസ് ഫിറ്റ് ചെയ്തേക്കല്ലേ. പറയുമ്പോ എന്താ പറയാന്നറിയോ? ഇന്നാള് മാണിസാറ് കാണിച്ച സ്ലൈഡ് 4 കൊല്ലത്തെ ഡാറ്റയേ ഉള്ളല്ലോ എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കോളം 4 years ഡാറ്റ 1, 2, 3, 4. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ച് സിമ്പിൾ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. Y1, Y2, Y3, Y4. You just look into the next column, third column, data കൊടുത്തിട്ടുണ്ട്. 12, 14, 18, 20, etc. Now we'll look into the next column. That's important, particularly for students. Confusion varadirikka. What is delta YT? What is delta YT? First difference. First difference is delta YT. രണ്ട് വർഷത്തിലെ ഡാറ്റകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് ഇയറിലെ we cannot take the difference. കാരണം എന്താണ്? പ്രീവിയസ് വാല്യൂ ഇല്ല. സെക്കൻഡ് ഇയർ വാല്യൂ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് ഇയർ 12, സെക്കൻഡ് ഇയർ 14, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 2. അതാണ് ഈ ഡെൽറ്റ YT എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ, 14, 18, ഡിഫറൻസ് 4. അതാണ് ഈ ഡെൽറ്റ YT എന്ന് പറയുന്നത്. ഡെൽറ്റ ഇസ് എ ജോമെട്രിക് നൊട്ടേഷൻ ഫോർ റെപ്രസെന്റിംഗ് ദ ഫസ്റ്റ് ഡിഫറൻസ്. അപ്പൊ നിങ്ങളുടെ ഈ തന്നിരിക്കുന്ന കൊച്ചു ടേബിളില് ദ ഫോർത്ത് കോളം കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ദ ഫോർത്ത് കോളം ഈസ് യുവർ ഡിപ്പെൻഡന്റ് വേരിയബിൾ. Is your dependent variable. Then you look into the next column, last column there. YT minus 1. YT minus 1. ആദ്യത്തെ കൊല്ലത്തിന് T-1 ഇല്ല, അതിന് മുകളിൽ വേറെ വാല്യൂ ഇല്ല. അപ്പൊ അത് ഡാഷ് കൊടുക്കും. സെക്കൻഡ് ഇയറില് നമ്മള് അവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കാനുള്ളത്, സെക്കൻഡ് ഇയറിലും ഡാഷ് കൊടുത്തിരിക്കുക. എന്താ കാരണം എന്നറിയും? അതിനൊരു കാരണം, നമ്മൾ ഫസ്റ്റ് ഡിഫറൻസ് എടുക്കുന്നത് Y1 and Y2 ആണ്. Y1-ന്റെയും Y2-ന്റെയും ഡിഫറൻസ് ആണ് അവിടെ 2 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അവിടെ അതിന്റെ പ്രീവിയസ് വാല്യൂ വീണ്ടും Y1 ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം Y1, Y2 എടുത്തിട്ടാണ് ഫസ്റ്റ് ഡിഫറൻസ് കണ്ടിരിക്കുന്നത്. പിന്നെ വീണ്ടും Y1 cannot be considered as the previous value. അതുകൊണ്ടാണ് അവിടെ ഡാഷ് ഇട്ടിരിക്കുന്നത്. But you look into third year, the difference between Y2 and Y3, difference between Y2 and Y3 നമ്മൾ എഴുതി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് Y2 and Y3 ഡിഫറൻസ് എഴുതുമ്പോൾ അതിന്റെ മുകളിലുള്ള വാല്യൂ Y1 is the YT-1 വാല്യൂ എന്ന് പറയും. ഇതുപോലെ നമ്മൾ വാട്ട് എവർ ഒബ്സർവേഷൻസ് യു ആർ ഹാഡ്, ഇത് നമ്മൾ താഴേക്ക് എത്തുന്നു. അപ്പൊ ഇവിടെ ഇനിയിപ്പത് സപ്പോസ് യു വാണ്ട് ടു ഡു ദ റിഗ്രഷൻ, ഒറ്റ കാര്യമുള്ളൂ, കമ്പ്യൂട്ടർ എക്സൽ ആണെങ്കിൽ പോലും അറിയുന്നവരെ എന്ത് ചെയ്താൽ മതി? റിഗ്രഷൻ ചൂസ് ചെയ്യുക. ഡിപ്പെൻഡന്റ് വേരിയബിൾ fourth column, independent variable fifth column, click, you will get the result. പിന്നെ ഇത് കമ്പ്യൂട്ടറിനെ ഇതാണ് ആ പ്രൊസീജിയർ എന്ന് പറയുന്നത്. So I was just taking a very small illustration to make you clear
എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കണമെന്ന്. ഡെൽറ്റ yt minus 1. If both that are properly entered in the system, work is over. പിന്നെ ആസ് ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ ഓയിലസ് ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൽഫ ബീറ്റ തീറ്റ കണ്ടുപിടിക്കേണ്ട കാര്യം. ദിസ് ഈസ് ദ പ്രൊസീജിയർ. ഇനി നമുക്ക് കൈകൊണ്ട് നോർമൽ ഇക്വേഷൻ ഉപയോഗിച്ച് കൈകൊണ്ട് ചെയ്യാം. ഇനി കൈകൊണ്ട് ചെയ്യാൻ ഓഫ് കോഴ്സ് ലാർജ് നമ്പർ ഒബ്സർവേഷൻ ഉള്ളപ്പോൾ കൈകൊണ്ട് ചെയ്യണം എന്ന് പറയുന്നില്ല. മാത്രമല്ല when the computer facilities are available, there is no meaning in doing കൈകൊണ്ട് ചെയ്യും. ഞാൻ നിങ്ങളോട് കൈകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാനൊരു ഔട്ട്ഡേറ്റഡ് തന്ത്രിയാണെന്ന് പറയും. ടുഡേ യു നീഡ് നോട്ട് ഗോ ഫോർ കൈകൊണ്ട് ചെയ്യണമെന്നൊന്നും പറയില്ല. പക്ഷേ when I teach econometrics, the classroom earlier before my retirement, ഒരു പ്രോബ്ലം ആരും കൊണ്ട് കൈകൊണ്ട് ചെയ്യിപ്പിക്കുക, കുറച്ച് ഡാറ്റ കൊടുത്തിട്ട് കൈകൊണ്ട് ചെയ്യാൻ പറ്റും. Because only when we do it manually, we learn that exercise. So next is you can go for the final നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തു അല്ലെങ്കിൽ കൈകൊണ്ട് ഫീഡ് ചെയ്തു റിസൾട്ട്. Now next slide, Raji, please. Yes. ഇതിപ്പോ ഒരു റിസൾട്ട്. അതിന് മുമ്പ് ഈ റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഇഫ് യു ഹാവ് any doubts or അല്ലെങ്കിൽ ഡൗട്ടോടെ നിൽക്കട്ടെ പിന്നെ പറയാം. So whether you followed this much what I told you? Follow you, sir. Clear answer. Clear ആയി. ഫീഡ് ചെയ്ത് we are taking the result. ഇതിപ്പോ ഒരു മോഡലിന്റെ റിസൾട്ട് ആണ്. ഈ മോഡലിന്റെ റിസൾട്ട് I have taken directly from your Gujarat, which I told you earlier. നമുക്ക് വേണമെങ്കിൽ later when you read the book you will get the result. United States in the data from I think from 1970 to 1980 എന്ന് തോന്നുന്നു. നമുക്ക് 10 കൊല്ലത്തെ ഡാറ്റ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർ ചെയ്ത റിസൾട്ട് ആണ്. You see the result. Delta yt is equal to 28.20 minus 0.0013 yt minus 1. Delta yt equal to 28.20 minus 0.0013 yt minus 1. അതിന് താഴെ ടോ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ടോ വാല്യൂസ് ഞാൻ പറഞ്ഞല്ലോ cannot use the t values because of the reason that it doesn't follow normal distribution. അതിന് പകരമുള്ള ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് ടോ. ഇത് ജസ്റ്റ് ലൈക്ക് ടി വാല്യൂസ് തന്നെ പോലെ ഇപ്പൊ ലേറ്റസ്റ്റ് എക്കണോമെട്രിക്സ് ബുക്കുകളിലെ ലോഗരിതം ടേബിൾ പോലെ ഇതിന്റെ വാല്യൂസ് കൊടുക്കും. അപ്പൊ ഇവിടെ how to choose the tau value ചൂസ് ചെയ്യുന്നത് just like your t value. ഇത് പ്രാക്ടിക്കലി പറഞ്ഞു വലിയ വ്യത്യാസമൊന്നുമില്ല. ടി വാല്യൂ നമ്മൾ എങ്ങനെ എടുക്കുക? നമ്പർ ഓഫ് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 10 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ 9 നമ്മൾ എടുക്കുള്ളൂ. നമുക്കറിയാം, നമ്മൾ ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു. പിന്നെ എന്ത് വേണം? We require some level of significance. We require a level of significance. What is level of significance? Level of significance പറയുന്നത് level of significance 95%. See what you have studied in your degree class and also basic econometrics ഒക്കെ പഠിക്കുന്നുണ്ട്. Level of significance. ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ എന്താണ്? 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ അത് മീനിങ് എന്താണ്? ഇറ്റ് ഈസ് 95% കോൺഫിഡൻസ് ലെവൽ. 95% കോൺഫിഡൻസ് ലെവൽ. 10% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
90% confidence. പഠിച്ചല്ല ജസ്റ്റ് ഒന്ന് വന്നോന്ന് ടൊമാറ്റോ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇപ്പൊ അടുത്ത കാലത്ത്, അപ്പൊ ഇവിടെ മാത്രമല്ല, ഞാൻ ജനറലായിട്ട് പോയിന്റ് പറയുകയാണ്, അടുത്ത കാലത്ത് ടി വാല്യൂന് പകരം ടി വാല്യൂ ഉണ്ട്, അതിന് പകരം നിങ്ങൾ കണ്ടു കാണും ഇപ്പൊ പി വാല്യൂ യൂസ് ചെയ്യുന്നു. particularly those who are doing research or for the information of teachers for attending me. സ്റ്റുഡൻസ് അത്ര ആവശ്യം വരുന്നത് ഇടയ്ക്കൊരു അഡീഷണൽ പോയിന്റ് പറയണമെന്നേ ഉള്ളൂ. പി വാല്യൂ ഇപ്പൊ പലപ്പോഴും ടി വാല്യൂ എന്ന് പറയും, പി വാല്യൂ ആണ് ബ്യൂട്ടി. ആൻഡ് യു മേ ആസ്ക് വാട്ട് ഈസ് പി വാല്യൂ? പി വാല്യൂ ഇസ് നത്തിങ് ബട്ട് സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പവർ ഓഫ് ദ ടെസ്റ്റ്. പവർ ഓഫ് ദ ടെസ്റ്റ് ആണ് പി വാല്യൂ. നിങ്ങൾക്ക് ഈ ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ, ആൽഫ നമ്മൾ അറിയാമെന്നുണ്ടെങ്കിൽ 1 - ആൽഫ വിൽ ഗിവ് യു പി വാല്യൂവിനെ കുറിച്ച് പറയേണ്ട. അപ്പൊ പുതിയതായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റാണ് സെയിം ആസ് ദ പവർ ഓഫ് കൺവെൻഷൻ. സ്റ്റാറ്റിൽ പറയുന്ന പവർ ഓഫ് ദ ഇടയ്ക്ക് ഇത് പറഞ്ഞു മാത്രമുള്ളത് പോട്ടെ. കമ്മിങ് ബാക്ക് ടു വാട്ട് വി ഡിസ്കസ് ഹിയർ നൗ, ആ ടോ വാല്യൂ പറയുന്നതിന് മുമ്പ് അതിന് താഴെ 2 ഇൻഡിക്കേഷൻസ് കൊടുത്തു. ഇറ്റ് ഈസ് വൺ ഈസ് ആർ സ്ക്വയർ ആണത്, R2 അല്ല, ആർ സ്ക്വയർ, coefficient of determination. Now what is the coefficient of determination? ഇവിടെ കൊടുത്തൊരു വാല്യൂ നോക്കി, 0.0056. റിലേറ്റീവ്ലി 0 എന്ന് പറയാം. ഇതിന് ആർ സ്ക്വയർ എത്രയാണ്? 100 മൾട്ടിപ്ലൈ ചെയ്യും, 0.56 ആണ്. ലെസ് ദാൻ 1 ആണ് എക്സ്പ്ലനേറ്ററി. ലെസ് ദാൻ 1 ഉള്ള എക്സ്പ്ലനേറ്ററി. ഈ പർട്ടിക്കുലർ മോഡലില് ലെസ് ദാൻ 1 ഉള്ളൂ എക്സ്പ്ലനേറ്ററി. അതായത് 0.0056. You multiply with 100, so you'll be getting it as 0.56. Less than 1 explanatory means what? The change in the value. Change, അതായത് മുൻപത്തെ ഒരു വാല്യൂ ഇപ്പോഴത്തെ വാല്യൂ തമ്മിലുള്ള 2 വാല്യൂ തമ്മിൽ ഡിഫറൻസിൽ the influence of yt minus 1 is very negligible. കാര്യമായി ഇപ്പൊ അങ്ങനത്തെ റിസൾട്ടാണ് അവിടെ വരുന്നത്. അങ്ങനത്തെ റിസൾട്ടാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കാര്യമായ ബന്ധങ്ങളൊന്നുമില്ല. yt is not decided by yt minus 1. ഒരു തരത്തെ പറയുകയാണെങ്കിൽ അത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള മീനിങ് ആണ്. Then you have given the Durbin-Watson value 1.34 ആണ് നമുക്ക് വേണ്ട. The ideal value of autocorrelation is close to 2. 1.34 എന്ന് പറയുമ്പോൾ it is relatively low. It is close to, which is a part of autocorrelation. Now you come to the tau values. നമ്മളുടെ ഇപ്പൊ ഇവിടെ 4 ഒബ്സർവേഷൻസ് നമുക്കുള്ളത്. 4 ഒബ്സർവേഷനിൽ നിന്ന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 പോയി കഴിഞ്ഞാൽ 3 ഒബ്സർവേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് 5% വാല്യൂസ് ആണ്. യു ജസ്റ്റ് ലിസൺ ടു മീ. 3 ഒബ്സർവേഷനും 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കൊടുത്താൽ, 95% കോൺഫിഡൻസ് ലെവൽ കൊടുത്താൽ, what will the value that is given as 1.15. 3 ഉള്ളൂ. ജസ്റ്റ് ഇല്ലസ്ട്രേഷൻ ആണ്. ഇത് ഒരു റിയാലിറ്റി ആയിട്ട് വിചാരിച്ചേക്കരുത്. ജസ്റ്റ് എൻ ഇല്ലസ്ട്രേഷൻ. ആ വാല്യൂ ആണ് 1.15. Now what is our rule? If the calculated value is 28.21, the calculated. If the calculated value is greater than the table value, the calculated value is greater than the table value, we can go for, we have seen that is significant. Calculated value, table value are greater anengil, we have seen that it is significant. So ഇവിടെ 1.15 ആണ്. The other value is 28.2 ആണ്. So it is significantly ആയിട്ടുള്ള value ആണ് 28.2. But you move to the other one, 0.0013, and its tau value is given as 0.21. But to the
0.0013 ആണ്. അപ്പോൾ tau value is greater than the table. So, tau value 0.21 is greater than the calculated calculated value. അപ്പോൾ അവിടെ it shows that it is not significant. കാരണം ടേബിൾ വാല്യൂകൾ താഴെയാണ് നമ്മുടെ വാല്യൂ കിട്ടുന്നത്. പക്ഷെ ഇവിടെ we are more interested in the computation of rho കണ്ടുപിടിക്കലാണ് ഇവിടെ. നമുക്ക് now how to calculate rho? It is rho minus 1 equal to 0. Please go back. Just Raji, first slide on the come. First one. Yes, first one. Yes, here you come here. See, we have number equation. Our equation was delta yt is equal to beta 1 plus theta yt minus 1. അപ്പോൾ നമ്മൾ ഈ റിഗ്രഷൻ മോഡൽ computed the regression model, നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് തീറ്റയാണ്, നോട്ട് റോ. അവിടെയാണ് again you have to be very careful. Whatever you are calculating, you are getting the theta value ആണ് അവിടെ കിട്ടുന്നത്. തീറ്റ അന്ന് ഞാൻ പറഞ്ഞൊരു കൺവീനിയൻസ് വേണ്ടി പ്രസന്റ് ചെയ്തതാണ്. ടെക്സ്റ്റ് ബുക്കുകളിൽ സ്മോൾ ഡെൽറ്റ, ഇവിടെ ഓൾറെഡി ഒരു ഡെൽറ്റ വരുന്നത് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇതും കൂടെ കൺഫ്യൂസ് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡേറ്റ ഉപയോഗിച്ചത്. പക്ഷെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഡെൽറ്റ സ്മോൾ ഡെൽറ്റയാണ്. പിന്നെ അതല്ല, നിങ്ങൾക്ക് വേറൊരു നൊട്ടേഷൻ ഉപയോഗിക്കണമെങ്കിൽ ഏത് നൊട്ടേഷൻ ഉപയോഗിച്ചോളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, there is no meaning in notations. നൊട്ടേഷൻ എന്താണെന്ന് പറയണമെന്ന് മാത്രമല്ല, ആ നൊട്ടേഷൻ കൊണ്ട് what it is represented എന്ന് പറയണമെന്നല്ലാതെ. അപ്പോൾ തീറ്റ ഈക്വൽ ടു റോ മൈനസ് 1, അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.0013. സോ rho equal to rho minus 1 equal to theta. അതിൽ നിന്ന് റോ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. റോ കണ്ടുപിടിക്കാം. വാട്ട് ഈസ് റോ? ആർക്കെങ്കിലും പറയാമോ എന്താ റോ എന്നുള്ളത്? എനിബഡി? നിങ്ങളുടെ തീറ്റ വാല്യൂ നമുക്ക് അറിയാം. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ കാണിച്ചില്ലേ, നമ്മുടെ മോഡലിലെ തീറ്റ വാല്യൂ ഈസ് 0.0013 എന്ന് കിട്ടിയിട്ടുണ്ട്. റിസൾട്ട് കണ്ടു നിങ്ങൾ നേരത്തെ. തീറ്റ വാല്യൂ 0.0013 ആണ്. അങ്ങനെയാണെങ്കിൽ റോ എത്രയാണ്? റോ യെസ്, പറഞ്ഞോളൂ ടീച്ചറെ. 1.0013. ഓക്കെ, വെരി ഗുഡ്. ഇത്രയേ ഉള്ളൂ കാര്യം. റോ കിട്ടി. അതായത് ക്ലാസ് കേൾക്കുന്ന വേണ്ടി ഒന്നുമില്ല. എങ്ങനെയൊക്കെ 1ാം ക്ലാസ്സിന് 2ാം ക്ലാസ്സിന് പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്നത്. തീറ്റ ഈക്വൽ ടു റോ ഇങ്ങനെ എടുത്തോളൂ. റോ മൈനസ് 1 ഈക്വൽ ടു 0.0013. സോ വാട്ട് ഈസ് റോ? ഈ 1 അപ്പുറത്തേക്ക് പോകുന്നു, ഇറ്റ് ബിക്കംസ് +1. അപ്പൊ 1 പോയിന്റ്, ടീച്ചർ പറഞ്ഞതുപോലെ 1.0013 ഇതാണ് റോ വാല്യൂ. പ്രശ്നം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ റോ വാല്യൂ 1.0013 എന്ന് പറയുന്ന റോ വാല്യൂ ഈക്വൽ ടു 0 ആണോ അല്ലേന്ന്, ഈക്വൽ ടു 1 ആണോ അല്ലേന്ന് നോക്കാം. ഞാനിങ്ങനെ ഈക്വൽ ടു 1 ആണോ എന്ന് ചോദിക്കുമ്പോൾ യു മേ ബ്ലെയിം മീ. എന്ത് വിഡ്ഢിത്തരാണ് ഈ ചോദിക്കുന്നത്? 1ഉം 1.0013 ഈക്വൽ അല്ലല്ലോ. ആർക്കും 1 സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് നോസ് 1ഉം 1.0013 ഈക്വൽ അല്ല എന്നുള്ളത്. ദാറ്റ് ഈസ് ട്രൂ, എഗ്രി. പക്ഷെ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദ ക്വസ്റ്റ്യൻ ഈസ്, അവർ കൺസേൺ ഈസ്, ഇത് ഈക്വൽ ടു 1 ആണോ നോക്കലല്ല. ഈസ് ദെയർ any significant difference between rho and
estimated row. Row and estimated row. Now I use the statistical usage. Row estimated row തമ്മിലുള്ള difference significant ആണോ അല്ലേ? This is what we are doing. Theoretical നമുക്കറിയാം 1 ആണ്. Estimated എത്രയാ? 1.0013. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 0.0013. ഈ 0.0013 is it a statistically significant one? Is it a statistically significant one? Difference clear ആണ് 0.0013. അത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണോ അല്ലേ? ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. And for that purpose we are using Dickey-Fuller test. Dickey-Fuller test. ഇവിടെ പറഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യാം 2 or 3 minutes more. ആ Dickey-Fuller ടെസ്റ്റിന്റെ ടോ വാല്യൂ TAU ടോ വാല്യൂ ആണ് which is given in your last equation കണ്ടത് -0.21 എന്ന് പറഞ്ഞു കണ്ടു. അപ്പൊ എന്തായി? You compare the difference 0.0013 അതാണ് ഡിഫറൻസ്. Compare with a table value which is taken as 0.21. മൈനസ് ബോധ ചെയ്യണ്ട, അത് ഡിസ്ട്രിബ്യൂഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നോർമലിൽ നമ്മൾ പഠിക്കുന്ന ടി വാല്യൂ മൈനസ് എടുക്കാറില്ല നമ്മൾ. So 0.2. So you see the result. The calculated value, calculated difference 0.0013 is less than the table value, table are 0.21, which means the difference is insignificant. The difference is insignificant. എന്ന് പറഞ്ഞാൽ rho is equal to 1. The data are stationary, non-stationary. The data are non-stationary. Equal to 1 ആകുമ്പോൾ non-stationary. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പാർട്ട് ഓഫ് ദി ടെസ്റ്റിംഗ് പ്രൊസീജിയർ. So I shall quickly summarize what we did before we break. See, you just go through. അപ്പൊ ഞാൻ വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്യണം നിങ്ങളെ. എങ്ങനെയാണ് ഡാറ്റ എടുക്കേണ്ടത്? നമുക്ക് 2 വേരിയബിൾസ് ഉണ്ട്, ഡിപ്പെൻഡന്റ് ഉണ്ട്, ഇൻഡിപെൻഡന്റ്. ഡിപ്പെൻഡന്റ് ഡെൽറ്റ YT, ഇൻഡിപെൻഡന്റ് YT -1. ഇത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു ചെറിയ ഇലസ്ട്രേഷനിൽ 4 പോലത്തെ ഡാറ്റ എടുത്തിട്ട് കാണിച്ചു. അത്രയും കിട്ടിക്കഴിഞ്ഞു. You apply the ordinary least square equations. അത് അപ്ലൈ ചെയ്യും, റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു ഫ്രം ദാറ്റ് അത് യു ആർ നോട്ട് ഡയറക്ട്ലി ഗെറ്റിംഗ് റോ. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഞാൻ ബിഗിനിങ് ഓഫ് ദ ക്ലാസ് ഐ ടോൾഡ് യു, ഒരു മാത്തമാറ്റിക്കൽ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് തീറ്റ = ρ-1 ഡിഫൈൻ ചെയ്യുന്നത്. അതിന്റെ ആംഗിൾ എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് റോ കാണുമ്പോൾ ഒരു മാത്തമാറ്റിക്കൽ കൺവീനിയൻസ് അതുകൊണ്ടാണ് റീഅറേഞ്ച് ചെയ്യാനുള്ള കാരണം. തീറ്റ വർക്ക്ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് റോ വാല്യൂ കണ്ടുപിടിക്കും. എപ്പോഴും മിക്കവാറും നിങ്ങൾ തെറ്റിക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റോ മിക്കവാറും 1 വളരെ അടുത്ത വാല്യൂ. കാരണം 1 ആണല്ലോ നമ്മൾ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ 1 ആണ്, അതിനോട് വളരെ അടുത്ത വാല്യൂ. ഇവിടെ വരുന്നത് 1.0013 ആണ്. ഈ 0.0013 ടേബിൾ ടോ വാല്യൂവിനേക്കാൾ കൂടുതലാണ്, കുറവാണെങ്കിൽ there is no significance, which means equal to 1 ആണ്. Data are non-stationary. This is how we are doing this procedure. When you listen all this, naturally you may ask a question to me. ഇതിനിപ്പോ ഈ 1 hour 1.5 മണിക്കൂർ കളയേണ്ട വല്ല കാര്യമുണ്ടോ? ഇതങ്ങോട്ട്
സിസ്റ്റത്തിൽ ഇട്ടാൽ കിട്ടി ഒറ്റയടിക്ക് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് റിസൾട്ട് വരും. ഡാറ്റ നോൺ സ്റ്റേഷനറി ആണോ സ്റ്റേഷനറി ആണോ ഇൻഡിക്കേറ്റ്. യു ആർ റൈറ്റ്, ഇറ്റ് ഈസ് പോസിബിൾ. ബട്ട് unless you know the logic behind it, how this process goes over, unless we know it, it will be leading to ഒരു പലപ്പോഴും ഇന്റർപ്രിട്ടേഷൻ. ഇത് തിയറിയുടെ ചില ഫണ്ടമെന്റൽസ് അറിയാതെ നമ്മൾ ഇന്റർപ്രിട്ടേഷൻ പോയി കഴിഞ്ഞാൽ will be creating a lot of problems. So this is how we apply the unit root test, or this is a test procedure. യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രൊസീജിയറാണ്. ഇത്രയും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഐ ഷാൽ ടെൽ യു ഹൗ which are the computer packages which you can make use of for this exercise. So any clarifications or any doubts, etc., എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ്സോ എന്തെങ്കിലും ഉണ്ടോ? Anybody? So whether you followed what I said, പറഞ്ഞത് ക്ലിയർ ആയോ? Is it okay? Clear ആണ് സാറേ, ക്ലിയർ ആ. Okay. So I think that case we shall have the usual break. Sir, Dr. Srija, please. the equation, sir, ആദ്യം പറഞ്ഞ equation delta yt equals beta 1 plus theta yt minus 1 plus ut എന്ന് പറഞ്ഞു. അപ്പൊ ആ ഡെൽറ്റ yt എന്ന് പറയുന്നത് വേരിയബിൾ ഡിഫറൻസസ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. yt മൈനസ് 1 അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടോ? ഏതോ ഒന്നുകൂടെ പറയൂ, ആ സംശയം ക്ലിയർ ആയി. അതായത് ഇപ്പോ പവർ പോയിന്റില് കാണിച്ചിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷൻ, ആ ഡെൽറ്റ yt എന്ന് പറയുന്നത് ഈസ് ഇറ്റ് yt മൈനസ് 1 രണ്ട് വേരിയബിൾ ഡിഫറൻസസ് ആണോ? അതെ അത് തന്നെ നേരത്തെ കാണിച്ചല്ലോ. ആ ഇതൊന്നും എടുക്കാമോ? ആ ടേബിൾ ഒന്ന് എടുക്കാമോ? യെസ്, ഇതല്ലേ ചോദിച്ചത്? അതെ. y1 ഉം y2 തമ്മിൽ യെസ്, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ yt എന്ന് പറയുന്നത്. ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ട് പറയണം. yt മൈനസ് 1 എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട്. ഇതായിരുന്നല്ലോ ചോദിച്ചത്, ഇതല്ലേ ചോദിച്ചത്? Yes. So anything else?